ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 75 ഹോട്ട് ടോപ്പിക്സുകളും 2021 മുതൽ 2024 വരെ PSC എക്സാമുകളിൽ LD നിലവാരത്തിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ പ്ലാനാണ് LDC റാപ്പിഡ് റിവിഷൻ 2024. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് നിലവിൽ ചെയ്യാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് 9ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾക്കായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് അവിടെ അവൈലബിൾ ആണ്. ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഒരു ബിഗിനർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് 50 മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു റിവിഷൻ സീരീസ് ചെയ്തിരിക്കുന്നത്. ബേസ് മുതൽ റാങ്ക് മേക്കിംഗ് വരെയുള്ള എല്ലാ ചോദ്യങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു 50 മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് നാളുകളായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വിക്ക് റിവിഷൻ ആയിരിക്കും. എല്ലാ സിലബസിൽ നിന്നും ഉള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും അവൈലബിൾ ആണ്. ഒന്ന് പോയി ജോയിൻ ചെയ്യുക. കാരണം ക്ലാസ് കണ്ടതിന് ശേഷം ഇതിൻ്റെ നോട്ടും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനും നമ്മൾ കൃത്യം 9 മണിക്കാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കഴിഞ്ഞ ദിവസം 8ാമത്തെ ദിവസത്തിൽ പഠിച്ചതിൻ്റെ ബാക്കിയുള്ള കുറച്ച് പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേ 8 പറഞ്ഞതിൻ്റെ ബാക്കി ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? ഓക്കെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? 2023 ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ ചോദിച്ച ചോദ്യമാണിത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? നമുക്കറിയാം ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി രാഷ്ട്രപതി നിയമിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് പ്രധാനമന്ത്രി, കേന്ദ്ര മന്ത്രിമാർ, ഗവർണർമാർ, സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, UPSC ചെയർമാൻ അംഗങ്ങൾ, CAG അറ്റോർണി ജനറൽ, കര നാവിക വ്യോമ സംയുക്ത സേന മേധാവികൾ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാർ, കമ്മീഷന്മാർ, അതേപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ തുടങ്ങിയവരാണ് നിലവിൽ എന്തെന്ന് പറയുന്നത് രാഷ്ട്രപതി നിയമിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളിത് ഓർത്തു വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ പറയുന്നവര് രാഷ്ട്രപതി നിയമിക്കാത്തത് അല്ലെങ്കിൽ നിയമിക്കുന്നത് ആരൊക്കെയാണ് എന്നൊക്കെ PSC വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഇതൊന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ രാഷ്ട്രപതി നീക്കം ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. ഗവർണർമാർ, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ, UPSC ചെയർമാൻ അംഗങ്ങൾ, അതേപോലെ തന്നെ സംസ്ഥാന PSC ചെയർമാൻ അംഗങ്ങൾ, അറ്റോർണി ജനറൽ, അതേപോലെ ആരാണ്? CAG കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ. ഇത്രയും പേരെയാണ് രാഷ്ട്രപതി നീക്കം ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രപതി നിയമിക്കുന്നതും രാഷ്ട്രപതി നീക്കം ചെയ്യുന്നതും ആരെയെല്ലാമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏതാണ്? ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി, അതായത് പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന വകുപ്പ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് കണ്ടിട്ടുണ്ടാവും. ഏതാണ്? ആർട്ടിക്കിൾ 52 ആണ് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ എന്നറിയപ്പെടുന്നതാണ് രാഷ്ട്രപതി. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ,
ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും രാഷ്ട്രപതിയുടെ പേരിലാണ് നടത്തപ്പെടുന്നത്. ഓക്കെ, ഇനി രാഷ്ട്രപതിയിലാണ് ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയിലാണ് എന്ത്, ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ്? അത് സുപ്രീം കോടതിയാണ്. ഒരിക്കൽ ചോദിച്ചേക്കുന്നതാണ്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് വരാവുന്നതാണ്. ഓക്കെ, ഇനി രാഷ്ട്രപതിയുടെ ഭരണ കാലാവധി എത്ര വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 വർഷമാണ്. ഓക്കെ, ഇനി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമാണ് രാജ്യസഭയിലോ ലോകസഭയിലോ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാം. ഓക്കെ, ഇനി രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. PSC ചോദിക്കാറുണ്ട് എന്ത്, രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഒന്നാമത്തെ, ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അനുച്ഛേദം 52 വച്ചാണ് എന്ത് പറയുന്നത്, ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് വേണമെന്ന് പറയുന്നത്. ഇനി പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ 54 പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. ഇനി പ്രസിഡന്റ് കാലാവധിയെ കുറിച്ച് പറയുന്നത് 56. വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യതയെ കുറിച്ച് പറയുന്നത് 57. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യത പറയുന്നതാണെങ്കിൽ 58. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യത 58. ഇനി രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നത് 60. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിന്റെ കുറിച്ച് പറയുന്നതാണെങ്കിൽ 61. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഇത് എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് എത്രയാണ്? ആർട്ടിക്കിൾ 61 രാഷ്ട്രപതിയെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 61. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 52, അതേപോലെ തന്നെ പ്രസിഡന്റിന്റെ ഇലക്ഷൻ 54, കാലാവധി 56. പിന്നെ എന്താണ്, ഇംപീച്ച്മെന്റിനെ കുറിച്ചും സത്യപ്രതിജ്ഞയും. 60 എന്താണ്, സത്യപ്രതിജ്ഞ, അതേപോലെ തന്നെ എന്താണ്, ഇംപീച്ച്മെന്റ് ചെയ്തത് 61. നമ്മൾ ഇങ്ങനെയൊക്കെ ഓർത്താൽ മതി. 60 ആകുമ്പോഴാണല്ലോ നമുക്ക് എന്ത് ചെയ്യുന്നത്, പെൻഷനൊക്കെ കിട്ടുന്നത്. പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എന്താവും, പെൻഷൻ കിട്ടാറായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, പുറത്താക്കപ്പെടും. ഓക്കെ, അപ്പം അങ്ങനെ ഓർത്താൽ മതി. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 60 അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പുറത്താക്കും. 61 ഇംപീച്ച്മെന്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യമാണ്, ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? 356 ഭരണഘടനയുടെ അനുച്ഛേദം 356. അതായത് സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏതെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംസ്ഥാനത്തെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്, 356 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൗലിക അവകാശങ്ങൾ ആയി ബന്ധപ്പെട്ട് നമുക്കറിയാം, അതായത് എന്താണ്, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും, നിലവിൽ എന്താണ്, മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ്, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് നിലവിൽ ഏതൊക്കെ ആർട്ടിക്കിളാണ് റദ്ദ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ റദ്ദ് ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള ആർട്ടിക്കിൾ ഏതാന്നൊക്കെ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾ അതിൻ്റെ ക്ലാസ് വളരെ വിശദമായി തന്നെ പഠിച്ചു പോയതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ എന്താണ്, സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, അത് 356. ആകെ 3 അടിയന്തരാവസ്ഥയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് 352, 356, 360. അതിൻ്റെത് 352 എന്ത്, ദേശീയ അടിയന്തരാവസ്ഥ. രണ്ടാമത്തെയാണ് 356 സംസ്ഥാന അടിയന്തരാവസ്ഥ. അടുത്തതാണ് എന്തെന്ന് പറയുന്നത് 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. അപ്പൊ ഈ 3 എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വളരെ വിശദമായി പഠിച്ചു പോയിരിക്കുന്നതാണ്. ഓക്കെ,
അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ അത് 359 വകുപ്പ് പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. അടുത്തത്, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണെന്ന് ചോദിച്ചാൽ പ്രസിഡന്റിനാണ്. ഓക്കെ, അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തും മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ ആരാ? രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഇത് യൂണിവേഴ്സിറ്റി LGS സ്റ്റേജ് 5 2023 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിന് ചോദിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം നമ്മൾ എടുത്തിട്ടത്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? ആരാണ് ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ APJ അബ്ദുൽ കലാം ആണ്. അതേപോലെ തന്നെ എന്താണ്, 1 രൂപ മാത്രം രാഷ്ട്രപതി ശമ്പളം വാങ്ങിയ രാഷ്ട്രപതി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, 1931 ഒക്ടോബർ 15. ഒക്ടോബർ 15 മക്കളെ ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മുഴുവൻ പേര് അദ്ദേഹത്തിന്റെ അവുൾ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്നതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാം, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് നേരത്തെ LGS ലെവലിലൊക്കെ ഉള്ള എക്സാമുകളിൽ. അപ്പൊ എന്താണ്? അവുൾ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്നതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ മുഴുവൻ പേര്. രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തിയും 12ാമത്തെ രാഷ്ട്രപതിയുമാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തിയാണ്. അതേപോലെ തന്നെ 12ാമത്തെ രാഷ്ട്രപതിയാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന് ഹൂവർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ. അതേപോലെ പീപ്പിൾസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ പീപ്പിൾ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് പീപ്പിൾ പ്രസിഡന്റ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അത്രയും ജനങ്ങളെ മനസ്സിലാക്കിയ ഒരു പ്രസിഡന്റ് ചിലപ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അത്രത്തോളം എന്താണ്, ഒരു വലിയൊരു മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തി. കാരണം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ പോലും ഗ്രാമങ്ങളിൽ വെച്ച് നടക്കണം എന്ന് പറഞ്ഞതും, അതേപോലെ തന്നെ എന്താണ്, ഒരാളെ പോലും അദ്ദേഹം എന്താണ് രാഷ്ട്രപതി ഭവനിലേക്ക് അദ്ദേഹത്തിന്റെ എന്താണ് ഒരു ഫ്രണ്ട്സിനെ പോലോ അല്ലെങ്കിൽ എന്താണ് ആരെയും എന്താണ് തിരിച്ച് അവിടെ ഭവനിൽ ഉണ്ടായില്ല. സെപ്പറേറ്റ് അദ്ദേഹം എന്ത് ചെയ്യാണ്, റൂം എടുത്താണ് അവിടെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അത്രത്തോളം എന്താണ് ഒരു വലിയൊരു മനസ്സിനുടമയൊക്കെയാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം. അതേപോലെ യുദ്ധവിമാനം, അന്തർവാഹിനി എന്നിവയിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാ ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. കേരളത്തിന്റെ 10 കർമ്മ പരിപാടി ചെയ്ത രാഷ്ട്രപതി. ഓക്കെ, അപ്പോ എന്താണ് കേരളത്തിന് 10 കർമ്മ പരിപാടി സംഭാവന ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അതേപോലെ സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി. PSC അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, താഴെ പറയുന്നവയിൽ ആരാണ് അല്ലെങ്കിൽ ഏത് രാഷ്ട്രപതിയാണ് സിയാച്ചിൻ ഗ്ലേഷിയർ സന്ദർശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? ഡോക്ടർ APJ അബ്ദുൽ കലാം. പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ്, ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ എന്നീ ചുമതലകൾ വഹിച്ച ശേഷം രാഷ്ട്രപതിയായ വ്യക്തി. അബ്ദുൽ കലാമിന്റെ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥം മെയ് 26 ശാസ്ത്ര ദിനമായി ആചരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വിറ്റ്സർലൻഡ് ആണ്. അബ്ദുൽ കലാമിന്റെ സന്ദർശനത്തിന് ശേഷം സ്മരണാർത്ഥം മെയ് 26 ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പറിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ബില്യൺ ബീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പറിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ബില്യൺ ബീറ്റ്സ്. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഒരു പ്രാവശ്യമെങ്കിലും അത് വായിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. വിങ്സ് ഓഫ് ഫയർ അല്ലെങ്കിൽ അഗ്നിച്ചിറകുകൾ എന്നതാണ് APJ അബ്ദുൽ കലാമിന്റെ
ആത്മകഥ എന്ന് പറയുന്നത്. അബ്ദുൽ കലാം അവസാനമായി രചിച്ച പുസ്തകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം രചിച്ച, അതായത് ശ്രീജൻ പാൽ സിംഗുമായി ചേർന്ന് എഴുതിയ പുസ്തകമാണ് അഡ്വാൻറ്റേജ് ഇന്ത്യ ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അവസാനമായി രചിച്ച പുസ്തകം, അഡ്വാൻറ്റേജ് ഇന്ത്യ ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇനി അദ്ദേഹം എ പി ജെ അബ്ദുൽ കലാമിനെതിരെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മലയാളിയാണ് ലക്ഷ്മി സൈഗാൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് എയിമിംഗ് ലോ ഈസ് എ ക്രൈം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയിമിംഗ് ലോ ഈസ് എ ക്രൈം എന്ന് പറഞ്ഞത് എ പി ജെ അബ്ദുൽ കലാമാണ്. എയിമിംഗ് ലോ ഈസ് എ ക്രൈം എന്ന് പറഞ്ഞത് 1997 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത്. 2010 മുതൽ അബ്ദുൽ കലാമിന്റെ ജന്മദിനമായ ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ 2010 ആണ് കേട്ടോ. അപ്പൊ 2010 മുതൽ എന്താണ് അദ്ദേഹത്തിന്റെ ജന്മദിനം എന്തായിട്ട് ആചരിക്കുകയാണ്? ഈ പറയുന്ന എന്താണ് വിദ്യാർത്ഥി ദിനമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ 2010 മുതൽ അബ്ദുൽ കലാമിന്റെ ജന്മദിനമായ ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായി ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുന്നു. സ്കൂളുകളിൽ കലാമിന്റെ ജീവിതം പാഠ്യവിഷയമാക്കിയ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. അപ്പൊ സ്കൂളുകളിൽ കലാമിന്റെ ജീവിതം പാഠ്യവിഷയമാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശ്. ഡോക്ടർ കലാമിന്റെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ച മ്യൂസിയമാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ കലാമിന്റെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ച മ്യൂസിയത്തിന്റെ പേരാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ പി ജെയുടെ കവിതാ സമാഹാരമാണ് ഏതാണെന്ന് ചോദിച്ചാൽ യനുദായ പ്രയാണ. ഓക്കെ, യനുദായ പ്രയാണയാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ കവിതാ സമാഹാരം എന്ന് പറയുന്നത് യനുദായ പ്രയാണ. ഓക്കെ, മൈ ജേണി എന്ന പേരിൽ അദ്ദേഹം തന്നെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് യനുദായ പ്രയാണ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം. അത് എന്ത് പേരിലേക്ക്? മൈ ജേണി എന്ന പേരിൽ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ. അതേപോലെ തന്നെ എന്താണ് ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ്. അടുത്തത് ഇഗ്നൈറ്റഡ് മൈൻഡ്, ഫോർ ദ ന്യൂ മില്ലേനിയം. ഓക്കെ, ഫോർ ദ ന്യൂ മില്ലേനിയം എന്ന് പറയുന്നതും ആരുടെ തന്നെയാണ്? നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിന്റെ ആണ് ഫോർ ദ ന്യൂ മില്ലേനിയം. ഓക്കെ, ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം. കോ ഓതർ വൈ എസ് രാജനാണ് കേട്ടോ, വൈ എസ് രാജൻ. അപ്പോൾ മൊത്തമായിട്ട് അത് ഓർത്തു വെച്ചോ. എന്താണ് ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം. അടുത്തത് എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഓക്കെ, അപ്പോൾ എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. കലാമിന്റെ സ്മരണാർത്ഥം ഇന്ത്യയുടെ മിസൈൽ ലോഞ്ചിങ് കേന്ദ്രമായ വീലർ ദ്വീപിന്റെ പേര് അബ്ദുൽ കലാം ദ്വീപ് എന്നാക്കി മാറ്റിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഒഡീഷ ഗവൺമെന്റ് ആണ്. നമുക്കറിയാം വീലർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അപ്പോൾ ഒഡീഷയിലെ വീലർ ദ്വീപ് ഇന്ന് അറിയപ്പെടുന്നത് എന്താണ്? അബ്ദുൽ കലാം ദ്വീപ് എന്ന പേരിലാണ് അത് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അബ്ദുൽ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൽ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പേയ്ക്കരിമ്പ് രാമേശ്വരത്താണ് അബ്ദുൽ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പേയ്ക്കരിമ്പ് രാമേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ ആരാ? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രപതി. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി, ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. ഭരണഘടന പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. തത്വചിന്തകനായ രാഷ്ട്രപതി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തത്വചിന്തകനായ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അതും ഡോക്ടർ
എസ് രാധാകൃഷ്ണനാണ് തത്വചിന്തകനായ രാഷ്ട്രപതി. രാജ്യസഭയുടെ പിതാവ് എന്ന് ഡോക്ടർ രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് രാജ്യസഭയുടെ പിതാവ് എന്ന് ഡോക്ടർ രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത്. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തും 1965 ഇന്ത്യ പാക് യുദ്ധസമയത്ത് രാഷ്ട്രപതിയായിരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പോൾ 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തും 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തും രാഷ്ട്രപതി ആരായിരുന്നു? നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962 ഒക്ടോബർ 26. അന്നും ആര് തന്നെയായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു അന്നും നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നത്. സോവിയറ്റ് യൂണിയനിൽ ഇന്ത്യയുടെ അംബാസിഡർ, യുനെസ്കോയിൽ ഇന്ത്യയുടെ പ്രതിനിധി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചതും ആര് തന്നെയാ? ഡോക്ടർ രാധാകൃഷ്ണൻ തന്നെയാണ്. സോവിയറ്റ് യൂണിയനിൽ ഇന്ത്യയുടെ അംബാസിഡർ, അതേപോലെ യുനെസ്കോയിൽ ഇന്ത്യയുടെ പ്രതിനിധി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു സംസ്ഥാന ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഒരു സംസ്ഥാന ഗവർണർ ആയതിനു ശേഷം എന്തായി? പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഓക്കെ, ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാഷ്ട്രപതിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഏറ്റവും കുറച്ചുകാലം രാഷ്ട്രപതി ആയിരുന്നത് വിദ്യാഭ്യാസ തത്വചിന്തകൻ. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത്? ഡോക്ടർ സക്കീർ ഹുസൈൻ. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് ഉറുദു ഭാഷയിലേക്ക് തർജിമ ചെയ്ത ഇന്ത്യൻ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതി, ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവി വഹിച്ച ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. അദ്ദേഹത്തിനാണ് 1963 ഭാരതരത്നം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1963 ഭാരതരത്നം ലഭിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. 1968 ജനുവരി 10 ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി. ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജാമിയ മില്ലിയ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ സക്കീർ ഹുസൈൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? ജാമിയ മില്ലിയ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മക്കളെ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ വേണമെങ്കിൽ ഒന്ന് അറിഞ്ഞു വച്ചോ. അതായത് അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്, ലിറ്റിൽ ചിക്കൻ ഇൻ എ ഹറി, എ ഡൈനാമിക് യൂണിവേഴ്സിറ്റി, ക്യാപിറ്റലിസം, ദ എസ്സേസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ എന്തെന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ എങ്ങാനും താഴെ പറയുന്ന കൃതികളിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ കൃതി ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. അപ്പോൾ അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്, ലിറ്റിൽ ചിക്കൻ ഇൻ എ ഹറി, എ ഡൈനാമിക് യൂണിവേഴ്സിറ്റി, ക്യാപിറ്റലിസം, ദ എസ്സേസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി സേവനമനുഷ്ഠിച്ചത് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി സേവനമനുഷ്ഠിച്ചത് ആരാണ്? അത് നമ്മുടെ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും ആദ്യത്തെയും ഏറ്റവും കൂടുതൽ പ്രാവശ്യവുമായത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു. 2 തവണ രാഷ്ട്രപതിയായ ഏക വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നു. 12 വർഷത്തോളമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? രാഷ്ട്രപതിയായിട്ട് നിലവിൽ സേവനമനുഷ്ഠിച്ചത്. ഇനി രാജേന്ദ്ര പ്രസാദ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1934-35 ബോംബെ സമ്മേളനം. 39 സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചപ്പോഴും രാജേന്ദ്ര പ്രസാദ് കോൺഗ്രസ് പ്രസിഡന്റായത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി. അതിൻ്റെ ഡിസംബർ 9 ആദ്യ സമ്മേളനം. അതിനുശേഷം എന്ത് ചെയ്തു? 1911 സ്ഥിരം അധ്യക്ഷനായിട്ട് ആര് വന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നത്. ഇന്ത്യയുടെ ഇടക്കാല മന്ത്രിസഭയിൽ ഭക്ഷ്യകൃഷി വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നതും ആര് തന്നെയായിരുന്നു? നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്
തന്നെയായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതി, അതേപോലെ ഭാരതരത്നം നേടിയ ആദ്യ രാഷ്ട്രപതി. കാരണം 1962 ഭാരതരത്നം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ദേശ് എന്ന ഹിന്ദി വാരിക ഒരിക്കൽ PSC ചോദിച്ചാണ്, അന്ന് ട്വിസ്റ്റ് ആയിരുന്നു ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ദേശ് എന്ന ഹിന്ദി വാരികയുടെ സ്ഥാപകൻ താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ഓക്കെ, അതേപോലെ രാജേന്ദ്ര പ്രസാദിന്റെ ആത്മകഥയും എന്ത് തന്നെയാണ്, ആത്മകഥ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ആത്മകഥ എന്താണെന്ന് ചോദിച്ചാൽ ആത്മകഥ തന്നെയാണ്. അതെന്നാണ് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 അത് എന്ത് ചെയ്തത്, പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ, ചിലപ്പോൾ എങ്ങാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതിലേക്ക് നോക്കാം ചോദ്യം. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം ഗ്യാനി സെയിൽ സിംഗ് ആണ് കേട്ടോ, ഗ്യാനി സെയിൽ സിംഗ്. നമുക്കറിയാം ജ്ഞാനി എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതിയാണ് ആരെന്ന് പറയുന്നത്, ഗ്യാനി സെയിൽ സിംഗ്. ജ്ഞാനി എന്നറിയപ്പെട്ട രാഷ്ട്രപതിയാണ് ആര്, ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്, ജർണൈൽ സിംഗ് എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ജർണൈൽ സിംഗ്. ജർണൈൽ സിംഗ് എന്ന പേരിൽ അറിയപ്പെട്ടതാണ് ആരെന്ന് പറയുന്നത്, ഡോക്ടർ ആര്, ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഏക സിഖ് വംശജനാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അമൃത്സറിലെ സുവർണ ക്ഷേത്രം ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നതും ആര് തന്നെയാണ്, നമ്മുടെ ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഏക സിഖ് വംശജനും അതേപോലെ തന്നെ എന്താണ്, പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രപതി. PSC ചോദിച്ചേണ്ടത് പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ഏതാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ, നമ്മുടെ ഗ്യാനി സെയിൽ സിംഗ് ആണ്. 1984 ഒക്ടോബർ 31 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുമ്പോൾ രാഷ്ട്രപതിയും ആര് തന്നെയാ, ഈ പറയുന്ന ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഗ്യാനി സെയിൽ സിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ ഫട്ടിൻഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫട്ടിൻഡ എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ, അതേപോലെ തന്നെ ചോദിച്ച ചോദ്യമാണ് സെയിൽ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഏകതാ സ്ഥൽ. നമ്മൾ ഏകനായിട്ട് പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെയിൽ ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാവുള്ളൂ എന്ന് ഓർത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഏകനായി ചെന്ന് എന്ത് ചെയ്യണം, സെയിൽ ചെയ്യണം, കച്ചവടം, എങ്കിലാണ് കൂടുതൽ ലാഭം കിട്ടുള്ളൂ എന്നോർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഏകനായി ചെന്ന് സെയിൽ ചെയ്യണം. അതാണ് എന്ത്, ഗ്യാനി സെയിൽ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഏകതാ സ്ഥല്. അടുത്തത് ഇന്ത്യയുടെ 10ാമത്തെ, ഓക്കെ, ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ്? ഓക്കെ, ആരാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനായത്? ഇത് 10th ലെവല് പ്രിലിം സ്റ്റേജ് 4 2021 ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, KR നാരായണനാണ്. ഓക്കെ, രാഷ്ട്രപതിയായ 10ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന. കാരണം എപ്പോഴും PSC ചോദിക്കാറുള്ള അങ്ങനെയാണ്, രാഷ്ട്രപതി ആവുന്ന 10ാമത്തെ വ്യക്തി ആരാണ്. അപ്പോൾ ഇത് ഒരു വ്യത്യസ്തമായിട്ട് എന്ത് ചോദിച്ചു, ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി എന്ന് ചോദിച്ചു. അതും ആര് തന്നെയാ, നമ്മുടെ ആരാണ്, KR നാരായണനാണ്. അതായത് കോച്ചേരിൽ രാമൻ നാരായണൻ എന്നതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം. കാരണം LGS ലെവലിലൊക്കെ എങ്ങനെയാണ്, EMS നമ്പൂതിരിപ്പാടിന്റെ മുഴുവനായിട്ടുള്ള പേര്, അതേപോലെ തന്നെ എന്താണ് KR നാരായണന്റെ മുഴുവനായിട്ടുള്ള പേര് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കൺഫ്യൂഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, കോച്ചേരിയിൽ രാമൻ നാരായണൻ എന്നാണ് KR നാരായണന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. നമുക്കറിയാം രാഷ്ട്രപതിയായ ഏക മലയാളിയാണ് ആര്, KR നാരായണൻ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പില് KR നാരായണനെതിരെ മത്സരിച്ച മലയാളിയാണ് ആരെന്ന് പറയുന്നത്, TN ശേഷൻ. ഉപരാഷ്ട്രപതിയായ ഏക മലയാളി. KR നാരായണന്റെ മുഴുവൻ പേരാണ് കോച്ചേരിയിൽ രാമൻ നാരായണൻ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ആര്, KR നാരായണൻ. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി. ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും റിപ്പബ്ലിക് ആയതിൻ്റെയും സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതി ആയിരുന്നു. കേരള നിയമസഭ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി. ഓക്കെ, അപ്പോൾ കേരള നിയമസഭ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി. കേരള നിയമസഭ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതിയും ആര് തന്നെയാണ്, KR നാരായണൻ തന്നെയാണ്.
1998 പുതിയ കേരള നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത രാഷ്ട്രപതി. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോകസഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി ജവഹർലാൽ നെഹ്റുവിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, KR നാരായണനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയായ 10ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് KR നാരായണൻ. രാഷ്ട്രപതിയായ ഏക മലയാളി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ KR നാരായണനെ മത്സരിച്ച മലയാളിയാണ് TN ശേഷൻ. ചോദിച്ചേണ്ടത് ഉപരാഷ്ട്രപതിയായ ഏക മലയാളി 92 to 97 ഉപരാഷ്ട്രപതി ആയത്. KR നാരായണന്റെ മുഴുവൻ പേരാണ് കോച്ചേരിൽ രാമൻ നാരായണൻ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും റിപ്പബ്ലിക് ആയതിൻ്റെയും സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതിയായിരുന്നതും ആര് തന്നെയാ? KR നാരായണനാണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി. 1998 പുതിയ കേരള നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തതും ആര് തന്നെയായിരുന്നു? നമ്മുടെ KR നാരായണനാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നയതന്ത്രജ്ഞൻ എന്ന് KR നാരായണനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതിയും ആര് തന്നെയായിരുന്നു? KR നാരായണൻ. പത്രപ്രവർത്തനായിരിക്കെ KR നാരായണൻ ഗാന്ധിജിയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, KR നാരായണനുമായി ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അന്ത്യവിശ്രമ സ്ഥലം. ഓക്കെ, അപ്പോൾ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് PSC ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശാന്തിവനമാണ്. ഓക്കെ, അപ്പോൾ നെഹ്റു എന്ന് പറയുന്നത് എന്താണ്? നവംബർ 14 അദ്ദേഹത്തിൻ്റെ പിറന്നാൾ. കുട്ടികളോടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഭയങ്കര ശാന്തതയോടുകൂടി നടക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? നെഹ്റു എന്ന് ഓർത്താൽ മതി. അപ്പോൾ നെഹ്റു എന്ന് പറയുന്നത് ശാന്തമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ്. കാരണം എപ്പോഴും എന്താണ്, തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ എന്താണ്, റോസാപ്പൂ കുത്തിവെച്ച് നടന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നവംബർ 14. അങ്ങനെയാണെങ്കിൽ ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്നാണ് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ ഹോട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതാണ്. ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അന്ത്യവിശ്രമ സ്ഥലങ്ങളൊന്ന് നോക്കാം. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. രാജ്ഘട്ടിലാണ് എന്ത് ചെയ്തത്? ഗാന്ധിജിയാണല്ലോ നമ്മുടെ രാജാവ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, അതുകൊണ്ട് തന്നെ രാജ്ഘട്ട് ആരുടെയാ? ഗാന്ധിജിയുടെ രാജ്ഘട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി വിജയഘട്ട്. ഓക്കെ, അപ്പോൾ ആരാണ് ശാസ്ത്രിയുടെ വിജയം എന്ന് ഓർത്താൽ മതി. ശാസ്ത്രത്തിന്റെ വിജയം. അപ്പൊ എന്താണ്? ലാൽ ബഹദൂർ ശാസ്ത്രി വിജയഘട്ട്, ശാസ്ത്രത്തിന്റെ വിജയം. അടുത്തത് ദേശായി. ദേശത്തിന് എന്താണ്? അഭയം വേണമെന്ന് ഓർത്താൽ മതി. മൊറാർജി ദേശായി അഭയഘട്ട്. ഇനി ചരൺ സിംഗ് ആണ് സിംഗ് കിസാൻ. കാരണം സിഖുകാരൊക്കെ എന്താണ്, സിംഗുകാരാണ്. അപ്പോൾ അവരെന്താണ്? കിസാൻ, അതായത് അവരെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്താൽ മതി. അപ്പൊ സിംഗ് കിസാൻ. ഗുൽസാരിലാൽ നന്ദ എന്ന് പറയുന്നത് നാരായൺ ഘട്ടാണ്. ഓക്കെ, ഇനി കിഷൻകാന്ത് നിഗംബോധ് ഘട്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാപ്രയാൺ ഘട്ട്. നെഹ്റു ശാന്തിവനം. സഞ്ജയ് ഗാന്ധി ശാന്തിവനം. ഇന്ദിരാഗാന്ധി ശക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്ന് ഓർത്താൽ മതി. ഇന്ദിരാഗാന്ധി ശക്തി സ്ഥല്. ജഗ്ജീവൻ റാം സമതാ സ്ഥല്. അപ്പൊ ജഗ്ജീവൻ റാം, അപ്പൊ ജീവൻ എപ്പോഴും എന്താണ്? സമാധാനം വേണമെന്ന് വെച്ചാൽ അപ്പൊ സമതാ സ്ഥല്. ഓക്കെ, അപ്പൊ ജഗ്ജീവൻ റാം സമതാ സ്ഥല്. ഇനി സെയിൽ സിംഗ്, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു എന്താണ്, സെയിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഏകനായിട്ട് പോകണം. അപ്പോൾ എങ്കിലാണ് ലാഭം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സെയിൽ സിംഗ് ഏകതാ സ്ഥല്. ചന്ദ്രശേഖർ ജനനായക സ്ഥല്. ശങ്കർ ദയാൽ ശർമ്മയാണെങ്കിലോ കർമ്മഭൂമി. രാജീവ് ഗാന്ധി വീർഭൂമി. BR അംബേദ്കർ ചൈത്യഭൂമി അല്ലെങ്കിൽ ചൈതന്യഭൂമി. KR നാരായണനാണെങ്കിൽ കർമ്മഭൂമി. നരസിംഹറാവു ആണെങ്കിൽ എവിടെയാണ്? ബുദ്ധപൂർണിമ പാർക്കാണ്. AB വാജ്പേയി രാഷ്ട്രീയ സ്മൃതി സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? AB വാജ്പേയിയുടെ രാഷ്ട്രീയ സ്മൃതി സ്ഥലം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്? അന്ത്യവിശ്രമ സ്ഥലങ്ങൾ ഓടിച്ചു പറയാം. ഗാന്ധിജി രാജ്ഘട്ട്, ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ്ഘട്ട്, മൊറാർജി ദേശായി അഭയ്ഘട്ട്,
ചരൺ സിംഗ് കിസാൻ ഘട്ട്, ഗുൽസാരിലാൽ നന്ദ നാരായൺ ഘട്ട്, കിഷൻകാന്ത് നിഗംബോധ് ഘട്ട്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാപ്രയാൺ ഘട്ട്, നെഹ്റു ശാന്തിവനം, സഞ്ജയ് ഗാന്ധി ശാന്തിവനം, ഇന്ദിരാഗാന്ധി ശക്തി സ്ഥല്, അതേപോലെ ജഗ്ജീവൻ റാം സമതാ സ്ഥല്, സെയിൽ സിംഗ് ഏകതാ സ്ഥല്, ചന്ദ്രശേഖർ ജനനായക സ്ഥല്, ശങ്കർ ദയാൽ ശർമ്മ കർമ്മഭൂമി, രാജീവ് ഗാന്ധി വീർഭൂമി, BR അംബേദ്കർ ചൈത്യഭൂമി, KR നാരായണൻ കർമ്മഭൂമി, നരസിംഹറാവു ബുദ്ധപൂർണിമ പാർക്ക്, AB വാജ്പേയി രാഷ്ട്രീയ സ്മൃതി സ്ഥലം. ഓക്കെ, അടുത്ത ചോദ്യം. അധികാരത്തിൽ ഇരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ്? അപ്പോൾ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അധികാരത്തിലിരിക്കെ മരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് അധികാരത്തിലിരിക്കെ മരിച്ച ആദ്യ പ്രധാനമന്ത്രി, അന്തരിച്ച പ്രധാനമന്ത്രി. ഓക്കെ, അപ്പോൾ അധികാരത്തിൽ ഇരിക്കെ അന്തരിച്ച പ്രധാനമന്ത്രി, ആദ്യ പ്രധാനമന്ത്രി. ഓക്കെ, ഇനി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന ആരാ? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യ മന്ത്രി. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി, ഏറ്റവും കൂടുതൽ തവണ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി, ഇതെല്ലാം ആരിൽ നിക്ഷിപ്തമാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ആധുനിക ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യ മന്ത്രി, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി, ഏറ്റവും കൂടുതൽ തവണ പ്രധാനമന്ത്രിയായ വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി, അവിശ്വാസ പ്രമേയത്തെ നേരിട്ട ആദ്യ പ്രധാനമന്ത്രി. നെഹ്റുവിനെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ 1963 JB കൃപലാനി. ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്ന പ്രധാനമന്ത്രി. ഇമ്പോർട്ടൻ്റ് ആണ്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, PSC ബുള്ളറ്റിനിൽ ചോദിച്ചാണിത്. അതായത് ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്ന പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. 1954 ഏപ്രിൽ 29 ചൈനീസ് ഭരണാധികാരിയായിരുന്ന ചൗവിൻലായോടൊപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഏഷ്യൻ ഗെയിംസ് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ്. അതേപോലെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി, വിദേശത്ത് വച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്, വിദേശത്ത് വച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓക്കെ, അപ്പോൾ പദവിയിലിരിക്കെ അന്തരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. പദവിയിലിരിക്കെ അന്തരിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, വിദേശത്ത് വച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇനി കൺഫ്യൂസിങ് ഫാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. വധിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ വധിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ഇന്ദിരാഗാന്ധി. രാജിവെച്ച ആദ്യ പ്രധാനമന്ത്രി അതാരാണ്? മൊറാർജി ദേശായി. വധിക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് രാജീവ് ഗാന്ധിയാണ്. വധിക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സംസ്ഥാനത്തെ ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാനത്തെ ഗവർണറെ നിയമിക്കുന്നത് നമുക്കറിയാം, കാരണം ഒത്തിരി തവണ PSC ചോദിച്ചേക്കണ ചോദ്യമാണിതെന്ന് പറയുന്നത്. പ്രസിഡന്റ് ആണ് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. ആർട്ടിക്കിൾ 155 പ്രകാരം ഗവർണറെ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 155 പ്രകാരം ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഗവർണർ എന്ന് പറയുന്നത്. ഗവർണറെ നീക്കം ചെയ്യുന്നതും ആര് തന്നെയാ? പ്രസിഡന്റ് തന്നെയാണ്. ഗവർണറുടെ യോഗ്യത ഇന്ത്യൻ പൗരനായിരിക്കണം. അതേപോലെ തന്നെ എന്താണ്? 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അപ്പോൾ ഗവർണറുടെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്
ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, അപ്പോൾ ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗവർണർക്ക് ആരാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്? അത് ആരാണ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്? ചീഫ് ജസ്റ്റിസ്. ഗവർണറുടെ സാധാരണ കാലാവധി 5 വർഷം. ഗവർണർക്ക് രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റ്. ഓക്കെ, ഇനി നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതും ഗവർണറാണ്. ഓക്കെ, അപ്പോൾ നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതും ആരാണ്? ഗവർണറാണ്. ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ അത് അനുച്ഛേദം 213 ആണ്. ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വച്ചേക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഗവർണർ എന്ന് പറയുന്നത് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഗവർണറിന്റെ കാലാവധി 5 വർഷമാണ്. അതേപോലെ തന്നെ എന്താണ് ഗവർണർ രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിനാണ്. അതേപോലെ തന്നെ എന്താണ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്ന ഗവർണറാണ്. അദ്ദേഹത്തിന്റെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 155 അതേപോലെ എന്താണ് ഗവർണറെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. ഗവർണറുടെ യോഗ്യത ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അതേപോലെ തന്നെ എന്താണ് ഭരണഘടനാ വകുപ്പ് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന 213 ആണ്. അത് പ്രസിഡന്റ് ആണെങ്കിൽ 123 123. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ബേസ് കാര്യങ്ങളാണ്, തെറ്റിക്കരുത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായത് ആരാണ്? ഓക്കെ, ഇന്ത്യയുടെ ആരാണ് സുപ്രീം കോടതി ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായത്? പിന്നെ നമ്മളെ ഈ പറയുന്ന ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിൽ ഒരു ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 153 ആണ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 157 എന്ന് പറയുന്നത് ഗവർണറായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതകൾ. കാരണം കഴിഞ്ഞ LDC മെയിൻസ് 2021 ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 153 അനുച്ഛേദം എന്ന ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും ഒരു ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 153. 155 എന്ന് പറയുന്നത് ഗവർണറുടെ നിയമനമാണ്. 155 ഗവർണറുടെ നിയമനം. 156 ഗവർണറുടെ ഔദ്യോഗിക കാലാവധി. 156 ഗവർണറുടെ ഔദ്യോഗിക കാലാവധി. 157 എന്ത്? ഗവർണറുടെ നിയമിക്കപ്പെടാനുള്ള യോഗ്യതകൾ. 158 ഗവർണറുടെ ഉദ്യോഗത്തിന്റെ വ്യവസ്ഥകളാണ്. 159 ഗവർണറുടെ സത്യപ്രതിജ്ഞ. 160 ചില അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ ഗവർണറുടെ ചുമതലകളുടെ നിർവഹണമാണ് 160 എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ 157, അതായത് ഗവർണറായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതകൾ. ഇതാണ് LDC മെയിൻസ് 2021 ചോദിച്ച ചോദ്യം. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒന്നുകൂടി പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ ജുഡീഷ്യറിയിലേക്ക് പോവാം. ജുഡീഷ്യറിയിലെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായത്. ഇത് LDC ബിവറേജ് 2023 ചോദിച്ച ചോദ്യമാണ്. നമുക്കറിയാം ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായ ജഡ്ജിയാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഓക്കെ, ആരാണ്? DY ചന്ദ്രചൂഡ്. ഓക്കെ, അപ്പോൾ 50ാമത്തെ സുപ്രീം കോടതി ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഓക്കെ, രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ ഏക ചീഫ് ജസ്റ്റിസ് ആണ് M ഹിദായത്തുള്ള. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ഇസ്ലാം മതത്തിൽപ്പെട്ട ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് M ഹിദായത്തുള്ള. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഇസ്ലാം മതത്തിൽപ്പെട്ട ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജസ്റ്റിസ് M ഹിദായത്തുള്ള. സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ജസ്റ്റിസ് ഹരിലാൽ J കനിയാണ്. ഹരിലാൽ J കനിയാണ് സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഹരിലാൽ J കനിയ. സുപ്രീം കോടതി ജസ്റ്റിസ് ആയ ശേഷം ഗവർണറായ ഏക വ്യക്തിയാണ് P സദാശിവം. നമ്മുടെ കേരള ഗവർണർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? P സദാശിവം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണറാണ് ആരെന്ന് പറയുന്നത്? P സദാശിവം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി സുപ്രീം കോടതി ജസ്റ്റിസ് ആയ ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് മുഹമ്മദ് ഹിദായത്തുള്ള. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ്. 7 വർഷവും അതേപോലെ തന്നെ 5 മാസവുമാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ അച്ഛനും മകനും ആരാന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? ജസ്റ്റിസ് YV ചന്ദ്രചൂഡും ജസ്റ്റിസ് DY ചന്ദ്രചൂഡുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ അച്ഛനും മകനും എന്ന് പറയുന്നത് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് ആൻഡ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. സുപ്രീം കോടതിയുടെ 5ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ധനഞ്ജയ് എസ്. 50ാമത്തെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ അച്ഛനും മകനും ആരാണ്? ജസ്റ്റിസ് VY ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡ്. ഏറ്റവും കുറച്ചു കാലമാണെങ്കിൽ കമൽ നരൈൻ സിംഗ് ആണ്. സുപ്രീം കോടതിയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതിയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ആരെന്ന് പറയുന്നത് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. അപ്പോൾ ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ് സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഓർത്തു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് 143 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 143. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതിയുടെ പിൻകോഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് സുപ്രീം കോടതിയുടെ പിൻകോഡ്? 110,001 സുപ്രീം കോടതിയുടെ പിൻകോഡ്. ഓക്കെ, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് ഏതെന്ന് പറയുന്നത് സുപ്രീം കോടതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഏതെന്ന് പറയുന്നത് ഹൈക്കോടതി. അപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതാണ് ഉയർന്ന കോടതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയാണ്. ഇനി എന്താണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത് സുപ്രീം കോടതി. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1861. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാനിങ് പ്രഭു ആണ്. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ക്യാനിങ് പ്രഭു. 1861 ഹൈക്കോർട്ട് നിയമം അനുസരിച്ച് ആദ്യ ഹൈക്കോടതി നിലവിൽ വന്നത് 1865. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതികൾ സ്ഥാപിതമാകുമ്പോൾ ആ സമയത്തെ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൽജിൻ പ്രഭു ആണ്. ഇന്ത്യയിൽ ആദ്യ ഹൈക്കോടതി സ്ഥാപിതമാകുമ്പോൾ വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് എൽജിൻ. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി കൽക്കട്ടയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 62 വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത്. 62 വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രധാന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 124 ഇന്ത്യക്കൊരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ 124(1). 124(2) എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തെക്കുറിച്ച് പറയുന്നതാണ് 124(2). ഇനി 124(3) അനുച്ഛേദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യതയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇനി അനുച്ഛേദം 124(4) സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച്. അതേപോലെ അനുച്ഛേദം 125 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരുടെ ശമ്പളത്തെക്കുറിച്ച് പറയുന്നു. 126 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനം. ആർട്ടിക്കിൾ 127 സുപ്രീം കോടതിയിൽ ക്വാറം തികയാതെ വന്നാൽ അഡ്ഹോക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച്. ഇനി 128 വിരമിച്ച ജഡ്ജിമാരെ ആവശ്യമുള്ള പക്ഷം സുപ്രീം കോടതിയുടെ സിറ്റിംഗിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച്. 129 സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പരാമർശിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 130 സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഡൽഹിയിലാണെന്നും
രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിൽ എവിടെ വച്ചും സിറ്റിംഗ് നടത്താമെന്നും അനുശാസിക്കുന്നു. 137 സുപ്രീം കോടതിക്ക് അതിൻ്റെ തന്നെ ഉത്തരവാദങ്ങളോ വിധിന്യായങ്ങളോ പുനഃപരിശോധിക്കുന്നതിനുള്ള അധികാരം. 144 ഇന്ത്യൻ ഭൂപ്രദേശത്തിലെ സിവിലോ ജുഡീഷ്യലോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും സുപ്രീം കോടതിക്ക് സഹായകമായി പ്രവർത്തിക്കണമെന്ന് പറയുന്നതാണ് അനുച്ഛേദം 144. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൊത്തം ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് 124, അതേപോലെ 129, 130, 143, 144 ഇത്രയെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഭേദഗതികളെ കുറിച്ച് നോക്കാം. എപ്പോഴും ചോദിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഭേദഗതികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്നും PSC ക്ക് ഇഷ്ടപ്പെട്ടതുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതികൾ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? അമെൻമെന്റ്സ് 42, 44, 52, 73, 74, 86, 91 അത്രയാണ് PSC സിലബസിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ, ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച നിയമനിർമ്മാണം അധികാരം നൽകുന്നത്? അപ്പോൾ ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഏതാണ്? 101-ാം ഭേദഗതി. 101-ാം ഭേദഗതി. ഇത് അറ്റൻഡർ സ്റ്റോർ അറ്റൻഡർ KSIDC 2023 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, 101-ാം ഭേദഗതി നമുക്കറിയാം 2016 101-ാം ഭേദഗതി നിലവിൽ വരുന്നത്. 2016 പ്രധാനമന്ത്രി ആ സമയത്ത് നരേന്ദ്രമോദി, പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജിയാണ്. 101-ാം ഭേദഗതിയിലൂടെ പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് GSTയെ കുറിച്ചാണ്. 101-ാം ഭേദഗതിക്ക് പ്രസിഡന്റ് അംഗീകാരം ലഭിച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. ഓക്കെ, GST എന്നാണ് നിലവിൽ വന്നതെന്ന് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഒത്തിരി തവണ PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ നിലവിൽ ചോദിച്ചു പോയിട്ടുണ്ട്. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. GSTയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളാണ് 246A, 269A. അപ്പൊ അങ്ങനെ 2 ആർട്ടിക്കിൾ GSTയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് 246A, രണ്ടാമത്തെയാണ് 269A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. ഇനി GST കൗൺസിലുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് 279Aയും 101-ാം ഭേദഗതിയിലൂടെ റദ്ദാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് 268Aയുമാണ് 101-ാം ഭേദഗതിയിലൂടെ റദ്ദാക്കിയ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചോ. ഇനി രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭേദഗതി ഏതാന്ന് ചോദിച്ചാൽ അത് 74-ാം ഭേദഗതിയാണ്. അതായത് നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. 74-ാം ഭേദഗതി എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1992-ലാണ് 74-ാം ഭേദഗതി. ആ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ PV നരസിംഹറാവു. പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു ആ സമയത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സ്വത്തവകാശം, അതായത് നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഈ ഒരു നിയമം 12-ാം പട്ടിക ഭരണഘടനയിലാണ് കൂട്ടിച്ചേർത്തത്. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കിയതും ഏതുവഴിയാണ്? ഈ പറയുന്ന 74-ാം ഭേദഗതി 1992 വഴിയാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലിക അവകാശത്തിന്റെ ഭാഗമല്ലാതായി തീരുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇന്ത്യയിൽ സ്വത്തവകാശം മൗലിക അവകാശത്തിന്റെ ഭാഗമല്ലാതായി തീരുന്നത് ഏതാണ്? നമുക്കറിയാം 44-ാം ഭരണഘടനാ ഭേദഗതി 1978. ആരായിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊറാർജി ദേശായി ആണ്. 44-ാം ഭരണഘടനാ ഭേദഗതി 1978, പ്രധാനമന്ത്രി മൊറാർജി ദേശായി, പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തോ? ആർട്ടിക്കിൾ 350 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്നു ആഭ്യന്തര കലഹം എന്നത് മാറ്റി സായുധ വിപ്ലവം എന്ന് കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പോൾ എന്താണ്? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അതേപോലെ മറ്റൊരു ഭേദഗതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്ന ആഭ്യന്തര
കലഹം എന്നത് മാറ്റി സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 2021 എന്നിവ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. അപ്പോൾ എന്താണ് അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 2021 റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് 44ാം ഭേദഗതി പാസാക്കിയത്. ലോകസഭയുടെ സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും എത്ര വർഷമായി? 5 വർഷമായി കുറച്ചതും ഏത് ഭേദഗതിയിലൂടെയാണ്? ഈ ഒരു ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 52ാം ഭേദഗതി 1985. പ്രധാനമന്ത്രി ആ സമയത്ത് രാജീവ് ഗാന്ധി. പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് 52ാം ഭേദഗതി 1985. പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി. പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഗ്യാനി സെയിൽ സിംഗ് ആണ്. കൂറുമാറ്റ നിരോധന നിയമം ആന്റി ഡിഫെക്ഷൻ ലോ എന്നതാണ് ഈ കൂറുമാറ്റ നിരോധന നിയമം അറിയപ്പെടുന്നത്. ആന്റി ഡിഫെക്ഷൻ ലോ. പാർലമെന്റ് അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്. അതായത് കൂറുമാറ്റ നിരോധന നിയമം പാർലമെന്റിലെയോ സംസ്ഥാന നിയമസഭകളിലെയോ താഴെ പറയുന്ന ആളുകളുടെ കൂറുമാറ്റത്തിന്റെ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നു. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ, സ്വതന്ത്ര അംഗങ്ങൾ, നോമിനേറ്റഡ് അംഗങ്ങൾ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കൂറുമാറ്റം എന്ന സമ്പ്രദായം എല്ലായ്പ്പോഴും രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതയുടെയും അനിശ്ചിതത്വത്തിന്റെയും വിളനിലമാണ്. ഒരു അംഗത്തെ താഴെ പറയുന്ന കാര്യങ്ങളിൽ അയോഗ്യനാക്കാം. അതായത് അവൻ സ്വമേധയാ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം ഉപേക്ഷിക്കുകയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ അവൻ്റെ അല്ലെങ്കിൽ ആ ആളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി വോട്ട് ചെയ്യുകയോ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്താൽ ഒരു നോമിനേറ്റഡ് അംഗം തൻ്റെ സ്ഥാനമാറ്റ തീയതി മുതൽ 6 മാസത്തിന് ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ, അതേപോലെ കൂറുമാറ്റത്തിന്റെ പേരിൽ അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച കേസുകൾ തീർപ്പാക്കാൻ ചെയർമാനോ സ്പീക്കറിനോ പൂർണ്ണ അധികാരവും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോ. 52 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് 73ാം ഭേദഗതി. അതായത് പഞ്ചായത്ത് രാജ് നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം. അത് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകി 11ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തൊക്കെയാണ് 73ാം ഭേദഗതി. നിലവിൽ വന്നത് 92ലാണ്. പ്രധാനമന്ത്രി PV നരസിംഹറാവും പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയുമാണ്. 91ാം ഭേദഗതി ആണെങ്കിൽ എന്താണ് 2004ലാണ് നിലവിൽ വരുന്നത്. പ്രധാനമന്ത്രി AB വാജ്പേയി അതേപോലെ അബ്ദുൽ കലാം ആണ്. അതായത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ 15% കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. ഓക്കെ, അതേപോലെ കൂറുമാറ്റ നിരോധനം വഴി അയോഗ്യനാക്കപ്പെട്ട ഒരു MPയെയോ MLAയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നവരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്നും വ്യവസ്ഥ ചെയ്തത് 91ാം ഭേദഗതിയാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചോ. ഇനി അടുത്ത നമുക്ക് നോക്കാം. അതായത് 106ാം ഭേദഗതി. 106ാം ഭേദഗതി ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് 106ാം ഭേദഗതി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് 106ാം ഭേദഗതി. മറ്റൊരു പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. ഓക്കെ, അപ്പോൾ നാരി ശക്തി വന്ദൻ അധിനിയമാണ് 106ാം ഭേദഗതി 2023. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് ഏതെന്ന് പറയുന്നത് നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെങ്കിൽ 106ാം ഭേദഗതി എന്ന് പറയുന്ന 2023. ഓക്കെ, ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ 106ാം ഭേദഗതി എന്ന് പറയുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ 2023 സെപ്റ്റംബർ 19 ഇത് അവതരിപ്പിച്ചത്. ബില്ല് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്. ലോകസഭ എന്നാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത് അംഗീകരിച്ചത്? അത് എന്നാണ് 2023 സെപ്റ്റംബർ 20. രാജ്യസഭ അംഗീകരിച്ചത് 2021 സെപ്റ്റംബർ 21. ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 28. അപ്പോൾ ഓർത്തു വച്ചോ, നാരി ശക്തി വന്ദൻ അധിനിയം നിയമം ആരാണ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അവതരിപ്പിച്ചത്? അർജുൻ റാം മേഘ്വാൾ ആണ്. ഓക്കെ, ഇനി കേരള നിയമസഭ
കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നാണ്? അത് LGS വേരിയസ് 2023 SC/ST ചോദിച്ച ചോദ്യമാണ്. കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം എന്നാണ്? 1994 പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1993 ജൂൺ 1. കേരള ത്രിതല പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 94 മെയ് 30. കേരള പഞ്ചായത്ത് രാജ് ബില്ല് 1994 പാസാക്കിയപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ CT അഹമ്മദ് അലിയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ ഇത് ചോദിച്ച ചോദ്യമാണ്. എന്താണ്? ഗ്രാമസഭയാണ്. ഗ്രാമപ്രദേശത്തെ എല്ലാ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമസഭയാണ്. ഗ്രാമസഭ ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഗ്രാമസഭയിൽ. 1994 പഞ്ചായത്ത് രാജ് നിയമപ്രകാരം കുറഞ്ഞത് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം? ഗ്രാമസഭ യോഗം ചേർന്നിരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 243A എന്ന് പറയുന്നത്. 243A ആണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. ഇനി എന്താണ്? ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ? ഇത് നിലവിൽ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് വുമൺ പോലീസ് കോൺസ്റ്റബിളിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. ഏതാണ്? രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് നിലവിൽ വന്നത്. നമുക്കറിയാം ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് 1959 ഒക്ടോബർ 2. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത് 20 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത് എത്ര ജനസംഖ്യയിൽ കൂടുതലുള്ള സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 ലക്ഷത്തിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ് എന്ത്? ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 20 ലക്ഷം കൂടുതൽ വന്നം ജനസംഖ്യ. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അനുച്ഛേദം 40 ആണ്. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് 40 ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തു വെച്ചോ. പഞ്ചായത്ത് രാജുകളെ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ 40 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്താണ്? അശോക് മേത്ത കമ്മീഷൻ, അതേപോലെ സാദിഖ് അലി കമ്മീഷൻ, സന്താനം കമ്മീഷൻ, ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ, PK തുംഗം കമ്മീഷൻ, അതേപോലെ തന്നെ VN ഗാഡ്ഗിൽ കമ്മീഷൻ, LM സിംഗ്വി കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട എന്താണ് കമ്മീഷനുകളാണ്. അങ്ങനെയുള്ള കമ്മീഷനുകളൊക്കെ ജസ്റ്റ് നിങ്ങൾ ഇയർ എങ്കിലും ഒന്ന് ഓർത്ത് വെച്ചോട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എങ്ങാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഒരു സെഷനിലേക്ക് പോവാം. അതായത് നമുക്കറിയാം ഈ പറയുന്ന ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്, അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ എപ്പോഴും PSC ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യാറുണ്ട്? ഒരു ചോദ്യമെങ്കിലും PSC എന്ത് ചെയ്യാറുണ്ട്? ചോദിച്ചു പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സുകുമാർ സെൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി VVPAT പരീക്ഷിച്ച വർഷം, അതായത് വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ, അതാ എവിടെയാണ് ആദ്യമായിട്ട് പരീക്ഷിച്ചതെന്ന് ചോദിച്ചാൽ 2013 നാഗാലാൻഡിലെ നോക്സൺ നിയമസഭാ മണ്ഡലത്തിലാണ് വോട്ടർ വേരിഫിയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. അതായത് നമ്മൾ എന്താണ്? വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വോട്ട് ഏത് സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് ലഭിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ഒരു രസീത് നൽകുന്ന സംവിധാനം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വോട്ടർ വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ, അല്ലെങ്കിൽ എന്താണ്? VVPAT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ഫ്രാൻസ് ആണ് നിഷേധ വോട്ട് ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ല എന്ന് തോന്നിയാൽ അവരെ
നിരാകരിച്ച് ഇവരാരുമല്ല എന്ന വോട്ട് രേഖപ്പെടുത്തുന്ന സമ്പ്രദായമാണ് നിഷേധ വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ല എന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് ഇവരാരുമല്ല എന്ന വോട്ട് രേഖപ്പെടുത്തുന്ന സമ്പ്രദായമാണ് നിഷേധ വോട്ട്. നിഷേധ വോട്ട് നടപ്പിലാക്കുന്ന 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓർത്തുവച്ചോ, നിഷേധ വോട്ട് നടപ്പിലാക്കുന്ന എത്രാമത്തെ രാജ്യ? 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ അത് മണിപ്പൂരാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 326. വെരി വെരി ഇമ്പോർട്ടൻ്റ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 326. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 324 മുതൽ 329 വരെ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നത് ഭാഗത്തിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 15ലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന ഭാഗം 15. ഇനി പറയുന്ന അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ് ചോദിച്ചാൽ 324 to 329. എന്താണ് ഇതിൻ്റെ ചരിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്? എന്താണ് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ ചരിത്രം? സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലത്ത് 13% ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് പ്രായപൂർത്തി വോട്ടവകാശം? എന്താണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെയും എങ്ങനെയായിരുന്നു? 13% ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെയാണ് മാറിയതെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ 1928 സൈമൺ കമ്മീഷന് മുമ്പാകെ ഹാജരാവുകയും ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉൾപ്പെടുത്തണമെന്നത് നിർബന്ധമാക്കുകയും ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ. 1931 കറാച്ചി സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ സമത്വത്തിനായി ആഹ്വാനം ചെയ്തു. 47 നവംബർ മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ ഇന്ത്യ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ 1947 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ആദ്യ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കി. യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ UPSC. ഭരണഘടനയിൽ UPSCയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങളാണ് 315 മുതൽ 323 വരെ. UPSCയിലെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്? അത് HK കൃപലാനിയാണ്. HK കൃപലാനി. UPSC ചെയർപേഴ്സണായ ആദ്യ വനിത ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് റോസ് മിലൻ ബത്യു ആണ്. റോസ് മിലൻ ബത്യു ആണ് UPSC ചെയർപേഴ്സണായ ആദ്യ വനിത. UPSCയിൽ അംഗമായ ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KG അടിയോടിയാണ്. ഓക്കെ, KG അടിയോടിയാണ് UPSC അംഗമായ ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ പറയുന്ന UPSCയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 315 മുതൽ നമുക്ക് എവിടം വരെ പഠിക്കണം? 323 വരെയും ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നിലവിലെ UPSC ചെയർമാൻ ആരാണ്? നിലവിലെ മനോജ് സോണിയാണ് നിലവിലെ UPSC ചെയർമാൻ എന്ന് പറയുന്നത്. അത് ഓരോ പ്രാവശ്യം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എക്സാമിന് മുമ്പ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി അപ്ഡേറ്റ് ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 315 എന്താണെന്ന് ചോദിച്ചാൽ യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നതാണ് 315. 316 പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവും ഔദ്യോഗിക കാലാവധികളെയും കുറിച്ച് പരാമർശിക്കുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ എത്രയാണ്? 65 വയസ്സ് വരെ എന്നും അതിൻ്റെ അകത്ത് പറയുന്നു. 316. 317 ആണെങ്കിൽ എന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനെ പറ്റി പരാമർശിക്കുന്നു. 318 പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെ കുറിച്ചും റെഗുലേഷൻ ഉണ്ടാകാനുള്ള അധികാരത്തെക്കുറിച്ച്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് 318 ആണ്.
319 ആണെങ്കിൽ എന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ മറ്റുദ്യോഗസ്ഥർ വഹിക്കുന്ന സംബന്ധിച്ച് നിരോധനം. 320 പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകൾ. 322 സർവീസ് കമ്മീഷൻ, പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെലവുകളെ പറ്റി. 323 പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ. ഓക്കെ, അപ്പോൾ UPSC വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. എന്താണ്? ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? ഓക്കെ, ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? അനുച്ഛേദം 280. ഭരണഘടനയിൽ ഏത് അനുച്ഛേദമാണ് നികുതികളെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ 265 ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അറ്റോർണി ജനറൽ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ നിയമ ഓഫീസർ എന്ന് പറയുന്നത്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അറ്റോർണി ജനറൽ. ഓക്കെ, അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ നിയമിക്കുന്നത് രാഷ്ട്രപതി. പാർലമെന്റിന് അംഗമല്ലെങ്കിലും പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെന്റ് അംഗമല്ലെങ്കിൽ പോലും പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ആർക്ക് പറ്റും? അറ്റോർണി ജനറലിന് പറ്റും. ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആകുന്ന ആദ്യ മലയാളിയാണ് KK വേണുഗോപാൽ. ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറലാണ് AC സെഗൽവാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AC സെഗൽവാദ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 76. കേന്ദ്ര ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെന്റ് അംഗമല്ലെങ്കിലും പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആകുന്ന ആദ്യ മലയാളി KK വേണുഗോപാലാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 5. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് 2004. ദേശീയ പട്ടികജാതി കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പാണ് 338. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 വർഷമാണ്. പൊതുജനാരോഗ്യം എന്ന വിഷയം താഴെ പറയുന്നവയിൽ ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് പൊതുജനാരോഗ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റ് വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തൊക്കെയാ? ക്രമസമാധാനം, ജയില്, പൊതുജന ആരോഗ്യം, കൃഷിഭൂമി, ഫിഷറീസ്, കാർഷിക ആദായ നികുതി, ഗ്യാസ്, അതേപോലെ തന്നെ ഗ്യാസ് വർക്കുകൾ, വിപണികളും മേളകളും, പത്രങ്ങൾ, അതേപോലെ സത്രം സൂക്ഷിപ്പുകാരും, അതേപോലെ തന്നെ എന്താണ് ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും, പോലീസ്, തദ്ദേശ സ്വയംഭരണം, പന്തയം, കെട്ടിട നികുതി, ടോള്. ഇത്തരം കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ചോ, 1 മാർക്ക് സെറ്റാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റ് ഏതാന്നുള്ളത്. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? കൺകറന്റ് ലിസ്റ്റ് അല്ല, അടുത്തതാണ് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നിട്ട് അതിൻ്റെ അകത്ത് ഇപ്പൊ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ താഴെ പറയുന്നവയിൽ ഏതാണ്? LGS എക്സ് സർവീസ്മാൻ 2021 ചോദിച്ചു. അതേപോലെ തന്നെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ 2021 ചോദിച്ചില്ല. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാന്നുള്ളതാണ്. ഒന്നോലെ ഉൾപ്പെട്ട വിഷയം ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചോദിക്കും? ഉൾപ്പെടാത്ത വിഷയം താഴെ പറയുന്നവയിൽ ഏതാന്ന് ചോദിക്കും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? രണ്ടും എല്ലാം പഠിച്ചു വയ്ക്കുക. അപ്പൊ ഉൾപ്പെട്ടത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ്, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യും? സെറ്റാവും. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ച് സെറ്റായിട്ട് പോയാൽ മതി. ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി മാക്സിമം എന്ത് ചെയ്യുക? എഫേർട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം യൂണിയൻ ലിസ്റ്റിലെ പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ, ടെലഫോൺ,
പോസ്റ്റ് ഓഫീസ്, സേവിംഗ് ബാങ്ക്, ലോട്ടറി, സെൻസസ്, കസ്റ്റംസ് തീരുവ, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി, പൗരത്വം, ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ, യുദ്ധവും സമാധാനവും, ബാങ്കിംഗ്, ഇൻഷുറൻസ്, കറൻസി, റിസർവ് ബാങ്ക്, ഐക്യരാഷ്ട്ര സംഘടന, ദേശീയ വായ്പകൾ, മേജർ പോർട്ട്, ഇതൊക്കെ എന്തിൽ വരുന്നതാ? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ പ്രതിരോധം, വിദേശകാര്യം, അതേപോലെ തന്നെ റെയിൽവേ, തപാൽ, ടെലഫോൺ, പോസ്റ്റ് ഓഫീസ്, സേവിംഗ് ബാങ്ക്, ലോട്ടറി, സെൻസസ്, കസ്റ്റംസ് തീരുവ, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി, പൗരത്വം, ഉന്നത വിദ്യാഭ്യാസം, അതേപോലെ തന്നെ എന്താണ് ശാസ്ത്ര ഗവേഷണം, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, ഇൻഷുറൻസ്, കറൻസി, റിസർവ് ബാങ്ക്, ഐക്യരാഷ്ട്ര സംഘടന, ദേശീയ വായ്പകൾ, മേജർ പോർട്ട്. ഇനി നമുക്ക് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. വിദ്യാഭ്യാസം, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും, വില നിയന്ത്രണം, നീതിന്യായ ഭരണം, സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം, വിവാഹവും വിവാഹമോചനവും, ക്രിമിനൽ നിയമങ്ങൾ, ഫാക്ടറികൾ, ട്രസ്റ്റ് ട്രേഡ് യൂണിയനുകൾ, സ്വത്തേറ്റെടുക്കലും ആവശ്യപ്പെടലും, വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി, പ്രസ്സുകൾ, മൈനർ കോഡ്സ്, അതേപോലെ ഇലക്ട്രിസിറ്റി ബോയിലറുകൾ. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? നമ്മുടെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളതാണ് ഏതൊക്കെയെന്ന് പറയുന്നത്. ഏതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ഏതിൻ്റെ അകത്ത് വരുന്നത്, യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ഏതിൽ വരുന്നത്, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് പഠിച്ചു വച്ചാൽ തന്നെ നമുക്ക് എന്താവാൻ പറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയും ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതായത് താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏതാണ്, താഴെ പറയുന്നവയിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏതാണ്, താഴെ പറയുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം നിലവിൽ PSCയുടെ എക്സാമുകളിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു എന്താ പറയുക ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ദേശീയ ഗീതം, അതേപോലെ തന്നെ എന്താണ് ദേശീയ ഗാനം, അതേപോലെ ദേശീയ പതാക, അതേപോലെ തന്നെ എന്താണ് ദേശീയ പൈതൃക മൃഗം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ബേസ് ആയിട്ടുള്ള കാര്യമാണ്, ഇതൊന്നും ഒരിക്കലും തെറ്റിക്കാൻ പോലും പാടില്ല, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരാണ്? ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് യൂണിവേഴ്സിറ്റി LGS പ്രിലിം സ്റ്റേജ് 2023 എഴുതിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന്റെ ഉത്തരത്തിൽ എത്താൻ പറ്റും. ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവും ആര് തന്നെയാ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ്. ബംഗാളി സാഹിത്യത്തിലെ ആദ്യ നോവലാണ് ദുർഗേഷൻ നന്ദിനി എന്ന് പറയുന്നത്. 1865 ഈ ഒരു നോവല് എന്ത് ചെയ്തത്, രചിക്കപ്പെട്ടത്? ദുർഗേശ നന്ദിനി. ദുർഗേശ നന്ദിനി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവലാണ് രാജ്മോഹൻ വൈഫ്. ചോദിച്ചാണ് ഈ ചോദ്യം. രാജ്മോഹൻ വൈഫ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവലാണ്. ഓക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവൽ ഏതാന്ന് ചോദിച്ചാൽ അത് സീതാറാം എന്ന് പറയുന്നതാണ് അവസാനത്തെ നോവൽ എന്ന് പറയുന്നത്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാ? ആനന്ദ മഠത്തിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ഏതെന്ന് പറയുന്നത്? ആനന്ദമഠം. പ്രസിദ്ധീകരിച്ചത് 1882. ആനന്ദമഠം ഖണ്ഡശ പ്രസിദ്ധീകരിച്ച മാസികയാണ് ബംഗദർശൻ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ 1882 ആനന്ദമഠത്തിൽ നിന്നും എടുത്തു. ആനന്ദമഠം നോവൽ രചിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്യാസി കലാപത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഓക്കെ, അടുത്തത് വന്ദേ മാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടത്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം
1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. അധ്യക്ഷൻ റഹ്മത്തുള്ള സായിനിയാണ്. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ച് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, അപ്പോൾ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ച് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 52 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ 52 സെക്കൻഡിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ വേണ്ടി എടുക്കേണ്ട സമയം എന്ന് പറയുന്നത്. ഓക്കെ, ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്. അതിൻ്റെ സംക്ഷിപ്ത രൂപമാണെങ്കിൽ 20 സെക്കൻഡ്. ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 തവണയാണ്. ഒരു LGS എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ 65 സെക്കൻഡാണ്. 65 സെക്കൻഡ്. അതായത് 1997 പുറത്തിറക്കിയ വന്ദേമാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് AR റഹ്മാനാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം എത്രയാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? അളവിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 3:2 ആണ്. ദേശീയ പതാകയുടെ ശില്പി ആരാന്ന് ചോദിച്ചാൽ പിങ്കളി വെങ്കയ്യാണ്. ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിങ്കളി വെങ്കയ്യ. ദേശീയ പതാകയിൽ 3 നിറങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. ഒരു ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടന സഭ അംഗീകരിച്ചതെന്നാ ചോദിച്ചാൽ 1947 ജൂലൈ 22 ആണ്. ഒരു എന്താണ് ത്രിവർണ പതാകേനെ എന്ത് ചെയ്തത്? നമ്മുടെ ഇന്ത്യ ദേശീയ പതാകയായി അംഗീകരിച്ചത് 47 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചത് 2019 ഒക്ടോബറിലാണ് ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചത്. ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഏതൊക്കെ? കേരളം, കർണാടക, ജാർഖണ്ഡ്. ആനയുടെ ശാസ്ത്രീയ നാമം എന്താ? എലിഫസ് മാക്സിമസ് എന്നതാണ് ആനയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. എലിഫസ് മാക്സിമസ് എന്നതാണ് ആനയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഓക്കെ, ആനകളെ പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചാൽ ആനകളെ കുറിച്ച് പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരാതന ഗ്രന്ഥം ഏതാണ്? ആനകളെ കുറിച്ച് പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥം എന്ന് പറയുന്നത് അത് മാതംഗ ലീലയാണ്. മാതംഗ ലീല. ഓക്കെ, ഇനി ഇവിടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അതായത് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഏതാണ്? ആന, കാള, സിംഹം, കുതിര. ഓക്കെ, ആന, കാള, സിംഹം അതേപോലെ തന്നെ കുതിരയാണ് എന്ത്? ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ആന, കാള, സിംഹം, കുതിര. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ എന്താണ്? ഡീർ പാർക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ടുള്ള ഇത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത് ചിഹ്നമായിട്ടുള്ള സിംഹമുദ്ര എടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഗംഗയാണ്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 ഗംഗാ നദിയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ. ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്റർ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിൻ അംഗീകരിച്ചത് 2009 ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009 ഒക്ടോബർ. ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമമാണ് പ്ലാറ്റിനിസ്റ്റ ഗാൻഗറ്റിക്ക. ഓക്കെ, പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക എന്നതാണ് എന്തിൻ്റെ? ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് ഗുവാഹത്തിയാണ്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗമാണ് ഗംഗാ ഡോൾഫിൻ.
റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം 1972. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹമാണ്. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാന്തറ ടൈഗ്രീസ്. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത് 1973. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷം 1949 സെപ്റ്റംബർ 14. 1949 സെപ്റ്റംബർ 14 ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ചത്. 1949 സെപ്റ്റംബർ 14. ഇന്ത്യയിലെ ഹിന്ദി ദിവസായി ആഘോഷിക്കുന്നത് അങ്ങനെ എന്നാ ചോദിച്ചാൽ സെപ്റ്റംബർ 14 ഹിന്ദി ദിവസമായിട്ട് എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും PSC എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ ഒരു ബേസ് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ദേശീയ ചിഹ്നങ്ങൾ ഒന്നുകൂടി പറയാം. ദേശീയ പതാക എന്ന് പറയുന്നത് ത്രിവർണ പതാക, ദേശീയ മുദ്ര സിംഹമുദ്ര, ദേശീയ ഗാനം എന്ന് പറയുന്നത് ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ, ദേശീയ പക്ഷി മയിലാണ്, ദേശീയ മൃഗം കടുവ, ദേശീയ പൈതൃക ജീവി ആന, ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ, ദേശീയ ഫലം മാങ്ങ, ദേശീയ പുഷ്പം താമര, ദേശീയ വൃക്ഷം പേരാല്, ദേശീയ നൃത്തരൂപം ഭരതനാട്യം, ദേശീയ മത്സ്യം ഐക്കൂറ, ദേശീയ നദി ഗംഗ, ദേശീയ പാനീയം ചായ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വച്ചേക്കുക. കാരണം ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൊത്തം ടോപ്പിക്കും കവർ ചെയ്തേക്കാണ്. അപ്പോൾ ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു ടോപ്പിക്സ്, അതായത് 2021 മുതൽ 24 വരെയുള്ള ചോദ്യപേപ്പറുകൾ മൊത്തം ഡിസ്കസ് ചെയ്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു ചോദ്യം വരാനില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സെറ്റായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ ഓരോ തവണയും റിവിഷൻ ചെയ്യുക. റിവിഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കുക, അതേപോലെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. നമുക്ക് പറ്റാവുന്നത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്തു പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിത് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.